ശ്രീം ഗണപതയേ നമഃ. ഉത്രാട നക്ഷത്രക്കാർക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും പരിഹാരവും. ഉത്രാട നക്ഷത്രം എന്നത് ധനുവിൽ കാൽഭാഗവും മുക്കാൽ ഭാഗം മകരരാശിയിലുമായി സ്ഥിതി ചെയ്യുന്ന ആനക്കൊമ്പ് പോലെയും ദേവത ദശവസ്തുക്കളുമാണ്. ഇവരെ ഭരിക്കുന്നത് സൂര്യനും ശനിയുമായതിനാൽ ഉയർന്ന സ്ഥാനം നേടാനുള്ള പരിശ്രമവും സ്ഥിരത, ഭൗതിക നേട്ടം, സമ്പത്തും കിട്ടുന്നു. ലക്ഷ്യബോധവും അധികാരഭാവവുമുണ്ട്. മകരരാശികളിലുള്ളവർ ആദർശമായ പെരുമാറ്റവും വിശ്വാസ്യത, നല്ല സൗഹൃദ ബന്ധം പുലർത്തുന്നവരും ആകർഷണവും ശരീര സൗന്ദര്യവും ഉള്ളവരായിരിക്കാം. സൂര്യൻ്റെ ശനിയുടെ ശക്തമായ സ്വാധീനത്താൽ അധികാരസ്ഥാനം കിട്ടുമ്പോൾ അഹങ്കാരികളായും കൂടെ പ്രവർത്തിക്കുന്നവർ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെന്ന് വാശി പിടിക്കാറുമുണ്ട്. കുലീനത തോന്നിക്കുന്നവരും ആകൃതിയും വേഷവിധാനവും ആകുന്നു. ചില ഉത്രാട നക്ഷത്രക്കാർ ഈശ്വരഭക്തിയും വാചാലതയും ഉള്ളവരും ഇവരിൽ ചിലർ മറ്റുള്ളവരെ ചതിക്കണമെന്നോ ഉപദ്രവമുണ്ടാക്കാനോ ആഗ്രഹമില്ലാത്തവരുമാകുന്നു. ഇവർ ഒന്നിനെയും വകവെച്ചു കൊടുക്കാറില്ല. ഏതെങ്കിലും കാര്യം വിശ്വസിച്ചാൽ പിന്നെ ഇവരെ മനസ്സിലാക്കിച്ച് പിന്തിരിപ്പിക്കാൻ കഴിയാറുമില്ല. ഇവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കും. ജന്മനാ ഇവർക്ക് ചില അലസ സ്വഭാവമുണ്ട്. ഇവർ സംതൃപ്തിയുള്ള കുടുംബജീവിതം ഉണ്ടാക്കും. ഐശ്വര്യവും സ്നേഹവുമുള്ള ഭാര്യമാരെ കിട്ടാറുണ്ട്. ഭാര്യയുടെ ആരോഗ്യനിലയിൽ ക്ലേശം അനുഭവിക്കുന്നവരാകാം. ചില ഉത്രാട നക്ഷത്രക്കാരുടെ ഭാര്യമാർക്ക് സ്വൈര്യത കിട്ടാറില്ല. പുണ്യകർമ്മങ്ങളിലും വ്രതാനുഷ്ഠാനങ്ങളിലും താൽപ്പര്യമുള്ളവരാണ്. സന്താനങ്ങൾ മുഖേന സ്വസ്ഥത കിട്ടാറില്ല. ചൊവ്വാദശയിലും വേഴദശയിലും ബുധദശ എന്നീ കാലങ്ങളിൽ ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാകുന്നു. കാർത്തിക ഉത്തരം ഉത്രാട നാളുകളിൽ ക്ഷേത്ര ദർശനം, വഴിപാടുകൾ തുടങ്ങിയവ നടത്തുക. സൂര്യപ്രീതികരമായ വ്രതങ്ങൾ പതിവായി എടുക്കുക. ഞായറും ഉത്രാടവും ചേർന്ന് വരുമ്പോൾ ശിവക്ഷേത്ര ദർശനം നടത്തുക. ഇതിൽ ചിലർ കഠിന അധ്വാനത്തിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി നേടും. ദശവസ്തുക്കളുടെ സ്വാധീനം കാരണം ഭൗതിക സുഖ സൗകര്യം അമിതമായതിനാൽ ധൂർത്ത്, അനാവശ്യ ചെലവ്, ബന്ധങ്ങളിലെ പ്രശ്നവും പെട്ടെന്നുള്ള വളർച്ച, നേട്ടം, സൗന്ദര്യബോധം ഇവയുണ്ടാകും. ഇവർ ഒരു കാര്യം നടത്തിയെടുക്കണമെന്ന് വിചാരിച്ചാൽ അതിനു വേണ്ടി തിരക്കിട്ട് തീരുമാനമെടുക്കാതെ അപാരമായി ക്ഷമിച്ച് കാര്യം നടത്തിയെടുക്കാൻ അപാര കഴിവാണ് ചില ഉത്രാട നക്ഷത്രക്കാർക്കാണ്. അസാമാന്യമായ ആദർശബുദ്ധി പ്രയോഗിക്കാൻ കഴിവുള്ളവരാണ്. തൻ്റെ അഭിപ്രായത്തിനെതിരെ ആര് വന്നാലും ഭയങ്കരമായി പ്രതികരിക്കാറുണ്ട്. അഹങ്കാരം, കർക്കശത, തൻ്റെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നടക്കണം എന്ന പിടിവാശി ബന്ധങ്ങളിൽ കടുപ്പമായ സംസാരവും നേതൃത്വഭാവവും ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതിൽ ചിലർ കഠിന അധ്വാനത്തിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി നേടും. ഇവർക്ക് ആർശസ്, രക്തവാതം, പീനസം തുടങ്ങിയ രോഗങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. 28 വയസ്സ് മുതൽ 38 ഇടയ്ക്ക് കുടുംബ ബന്ധങ്ങളിൽ മാറ്റം ഉണ്ടാകും, പരിവർത്തനം ഉണ്ടാകാം. 38 വയസ്സിന് മേൽ ഇവർ വിജയിക്കാറുണ്ട്. ഉത്രാട നക്ഷത്രത്തിൽ ചില ആൾക്കാർ ധനമുണ്ടെങ്കിൽ മറ്റുള്ളവരെ അടിമകളാക്കി വയ്ക്കാറുണ്ട്. ഇവർക്ക് വിഷാദ പ്രവണതയും ഉണ്ടാകാറുണ്ട്. ജീവിത പകുതി വരെ ചിലർക്ക് കഷ്ടപ്പാടായിരിക്കാം. നല്ല രീതിയിൽ ലാഭം നോക്കിയാണ് ബന്ധങ്ങളിൽ ഇടപെടാറുള്ളൂ. സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചു മറ്റുള്ളവരെ മനസ്സിലാക്കാതെ കിട്ടുന്ന തിരിച്ചടികളിലും മനസ്സിലാക്കിയാൽ സർപ്പദശയിൽ രക്ഷപ്പെടാൻ സാധിക്കും. ഏതിനെങ്കിലും അടിമപ്പെട്ടാൽ ബന്ധങ്ങളിലായിരുന്നാലും ലഹരിയിലായിരുന്നാലും ഇവർ അടിമപ്പെട്ട് കഴിഞ്ഞാൽ വേദനയ്ക്ക് കാരണമാകാം. സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി അധികാരവും ശക്തിയും കഴിവും ഉപയോഗിക്കുന്നതിന് പകരം അത് ധർമ്മം നിലനിർത്താൻ ഉപയോഗിച്ചില്ലെങ്കിൽ തിരിച്ചടി തീർച്ചയായും ഉണ്ടാകാറുണ്ട്. അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എല്ലാം അടിച്ചമർത്തി കൂടെ ചേർക്കുമ്പോൾ വീഴ്ചയുണ്ടാകാം. ചില ഉത്രാട നക്ഷത്രക്കാർക്ക് കുടുംബക്ലേശങ്ങൾ വിട്ടു മാറാറില്ല. മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് വസ്തുവകകളെല്ലാം തട്ടിയെടുത്ത് ദ്രോഹിക്കാറുണ്ട്. വീടോ ഭൂമിയോ ദാനം ചെയ്താൽ ഇവർക്ക് ദോഷം മാറാറുണ്ട്. അത് ചിന്തിക്കാതെ ഒരു കാരുണ്യവും കാണിക്കാതെ മറ്റുള്ളവരിൽ നിന്ന് തട്ടിയെടുക്കുന്ന അപൂർവം ചില ഉത്രാട നക്ഷത്രക്കാരെ കാണാം.
ഇവർക്ക് വിജയിക്കാവുന്ന തൊഴിൽ സർക്കാർ, സിവിൽ, പോലീസ്, രാഷ്ട്രീയ സേവനം, ഭരണപരമായ കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ, റിയൽ എസ്റ്റേറ്റ്, കെട്ടിട നിർമ്മാണം, ഇതിലെല്ലാം ഇവർ ശോഭിക്കാറുണ്ട്. സാമ്പത്തിക നില കഠിനാധ്വാനത്തിലൂടെ നേടും. ചില ഉത്രാട നക്ഷത്രക്കാർ കുറുക്കു വഴിയിലൂടെ മറ്റുള്ളവരുടേത് അപഹരിച്ച് പ്രശസ്തി എടുക്കാറുമുണ്ട്. ഇവർക്ക് അനുകൂലമായ നക്ഷത്രങ്ങൾ അവിട്ടം, രോഹിണി, ചിത്തിര, ചതയം, ഉത്രട്ടാതി ഇവയാണ്. ചില ഉത്രാട നക്ഷത്രക്കാർക്ക് ഗർഭാശയ രോഗം, വായുക്ഷോഭം തുടങ്ങിയവ ഉണ്ടാകാറുണ്ട്. ഇവരുടെ ഭാഗ്യസംഖ്യ 1 ആകുന്നു. ധനുക്കൂറിൽ ജനിച്ചവർ വ്യാഴപ്രീതിയും മകരക്കൂറിൽ ജനിച്ചവർ ശാസ്താപ്രീതിയും നേടുക. ധനുക്കൂറുകാർക്ക് ഉചിതമായ നിറം മഞ്ഞയും, മകരക്കൂറുകാർക്ക് ശനിയുടെ നിറമായ കറുപ്പും കടുനീലയും ചേരുന്നു. ഇവരുടെ നക്ഷത്രമൃഗം കാളയും പക്ഷി കോഴിയും ആയതിനാൽ ഇതിനെ ഉപദ്രവിക്കുകയോ കൊന്നു കഴിക്കാനോ പാടില്ലാത്തതോ ആകുന്നു. ഇവരുടെ ദേവത ഓം വിശ്വദേവേഭ്യോ നമഃ. ഈ മന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. ഇവരുടെ പ്രതികൂലമായ നക്ഷത്രങ്ങൾ അവിട്ടം, രേവതി, പോരുരുട്ടാതി, പുണർദം, ആയില്യം, പൂയം, മകം, ഉത്തരം, പൂരം എന്നിവയാണ്. ഈ നക്ഷത്രങ്ങളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങരുത്. മകരക്കൂറുകാർക്ക് ശനിയാഴ്ച കൂവളം ഇല ശിവന് സമർപ്പിക്കുക. ധനുരാശിയിൽ ജനിച്ചവർ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ധനു രാശിക്കാരുടെ ഭാഗ്യനിറം മഞ്ഞ, ഓറഞ്ച്, സ്വർണ്ണ നിറം. പൊതുവെ ഉത്രാട നക്ഷത്രക്കാർ നിർധനരായവർക്ക് വീട്, ഭൂമി ദാനം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ യശസ്സ് ഉണ്ടാകുന്നതാകുന്നു. മകരം രാശിക്കാർക്ക് ഹനുമാനെ ഭജിക്കുന്നത് വിശേഷമാകുന്നു.